യുഎയിലെ കാലാവസ്ഥ 50 ഡിഗ്രി ചൂടിലും ഈ സ്ഥലത്ത് ഇറങ്ങുമ്പോൾ ഒരു ഭയങ്കര പ്രത്യേകതയാണ്. ഭയങ്കര കുളിർ. അത്ര കൂടുതൽ വലിയ തണുപ്പൊന്നല്ല, പക്ഷെ നോർമൽ ക്ലൈമറ്റ്. അപ്പോൾ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇതൊരു ഫലാജാണ്. ഇതിൽ കൂടെ ഒരു 10-200 മീറ്റർ ഉള്ളിലേക്ക് നടക്കാം. വർഷത്തിലൊരു 10-15 മഴ ലഭിക്കുന്ന പ്രദേശത്ത് ഇതുപോലെ ഒരു ഡാമും, ആ ഡാമിൽ നിന്ന് ഒരു 250 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. വീണ്ടും അതിശയം തോന്നുന്നു അല്ലേ? മാമ്പഴം, ചിക്കു പോലത്തെ പഴങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ എന്താ രസം. താഴെ നിന്ന് പൊട്ടിക്കാം മാങ്ങയൊക്കെ, പഴുത്ത മാങ്ങ. വെൽക്കം ടു ഹെറിറ്റേജ് വില്ലേജ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളെ വീഡിയോ ടൈറ്റിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലാണ്ടാവും ഇന്ന് എവിടേക്ക് യാത്ര എന്ന്. ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ്. യുഎഇയുടെ അതിർത്തി പങ്കിടുന്ന ഒമാൻ്റെ ബോർഡറിലെ പ്രദേശമാണ് ഹത്തയിലേക്കുള്ള യാത്രയാണ് നമ്മൾ. ഏകദേശം ഷാർജയിൽ നിന്ന് ഒരു 100-120 കിലോമീറ്റർ ഉണ്ട്. ദുബായിൽ നിന്നും അത്ര തന്നെ വരും. അപ്പോൾ ദുബായ് ഷാർജ റോഡ് ഒരു സ്ഥലത്ത് ജോയിൻ്റ് ആയിട്ട് അവിടെ നിന്ന് ഒറ്റ റോഡാണ് പിന്നെ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ യാത്രയിലുള്ള വിശേഷങ്ങളും എല്ലാം നേരിട്ട് കാണാം. ഓക്കെ, വീഡിയോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്ത് കാണാം. നമ്മൾ യാത്രയുടെ ഫുൾ വീഡിയോ നമ്മൾ എടുത്തില്ല, കുറേ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. ഇപ്പം നമ്മൾ ഹത്തയിൽ എത്തിയതിന് ശേഷമുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പോകുന്നത്. ഇപ്പം ഇനി ഹത്ത എത്തുന്നവരെ ഒരുപാട് മലകളും ഒക്കെ വെട്ടി ഉണ്ടാക്കിയ ഒരു റോഡാണ്. നല്ലൊരു ലോങ് ഡ്രൈവാണ്. വഴിക്കുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മൊട്ടക്കുന്നുകൾ ഇങ്ങനെ വെട്ടി നികത്തി ഉണ്ടാക്കിയ റോഡാണ്. ആ റോഡിൽ കൂടെ നമ്മൾ പോകുന്നത്. അപ്പോൾ നല്ല സ്പീഡിൽ പോകാൻ പറ്റും, പക്ഷേ സ്പീഡ് ലിമിറ്റ് ചെയ്ത് പോവുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്പീഡ് ബ്രേക്കറുകൾ കുറേ ഒരുപാടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഫോളോ ചെയ്ത് പോവുക. റോഡ് ഇങ്ങനെ ഒറ്റ ലെവലിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് സ്പീഡിൽ പോകാനൊക്കെ തോന്നും. അപ്പോൾ ടേക്ക് കെയർ ഡ്രൈവ് ചെയ്യുമ്പോൾ. നമ്മൾ ഹത്തയിലെത്തിയിട്ട് ആദ്യം തന്നെ പോയത് ഒരു ചെറിയൊരു ഫാമിലേക്കാണ്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അധികം അങ്ങനെ പ്രവേശനമൊന്നും ഇല്ല. നമ്മളൊരു സുഹൃത്ത് അവിടെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ കയറാൻ സാധിച്ചത്. അപ്പോൾ ഇത് ഒരു ഈന്തപ്പനത്തോട്ടാണ്. അതിനപ്പുറത്തായിട്ട് മാവുണ്ട്, ചിക്കുണ്ട്, അങ്ങനെ ഒരുപാട് പഴങ്ങളുടെ ഇതുകളുണ്ട്. ഈന്തപ്പഴമൊക്കെ പൊട്ടിക്കാറായി നിൽക്കുകയാണ്. ഏകദേശം ഒരു 2 മാസം കഴിയുമ്പോഴേക്കും നല്ലോണം പഴുക്കും. ഇത് പഴുത്ത് താഴെ വീഴാതിരിക്കാൻ ഇങ്ങനെ വല കെട്ടിയിട്ടേക്കാണ് എല്ലാം. ഇതൊന്നും കൂടി മൂത്ത് കഴിയുമ്പോൾ ഒരുവിധം കളറൊക്കെ മാറുമ്പോൾ ഇത് പൊട്ടിച്ചിങ്ങാണ്ട് ഇങ്ങനെ നിരത്തി വിരിച്ച് ഉണക്കാനായിട്ടിടും. അത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം കേട്ടോ. മാവും തോട്ടാണിത്. നമ്മുടെ നാട്ടിൽ പോലും ഉണ്ടാവില്ല. ഇവിടെ ഒരു തൊട്ടപ്പുറത്തൊരു ഫാമിൽ 160 തരം മാവുകളുണ്ടെന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല ആ ഫാമിലേക്ക്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫാമിൽ നിന്ന് ഇറങ്ങി വീണ്ടും യാത്ര തുടരാണ്. ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഹത്ത ഡാം. നമ്മളെ യാത്ര അവിടേക്കാണ് പോകുന്നത്. ഹത്ത ഡാമിലേക്ക് പോകുമ്പോൾ നമ്മളെ വണ്ടി സാധാരണ കൊണ്ടുപോകാനായിട്ട് അസൗകര്യമുള്ളവർക്ക് താഴെ പാർക്ക് ചെയ്യാം. അവിടെ നിന്ന് ഫ്രീ ആയിട്ട് മുകളിലേക്ക് ട്രിപ്പ് ഉണ്ട്, ബസ്സുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ബസ്സിന് പോയിട്ട് അവിടെ നിന്ന് പിക്ക് ചെയ്ത് നമുക്ക് വീണ്ടും തിരിച്ചവിടെ കൊണ്ട് ഇറക്കും. അങ്ങനത്തെ സംവിധാനമുണ്ട്. വണ്ടി SUV ഉള്ളവർക്ക് മാത്രം കയറ്റി കൊണ്ടുപോകാം. നമ്മുടെ വണ്ടിയും കുറച്ച് ബുദ്ധിമുട്ടിയാണ് വലിഞ്ഞ് കയറിയത്. കാരണം കുറച്ച് പഴയ വണ്ടി ആയതുകൊണ്ട് ഒരു 65-70 ആ ഡിഗ്രിയിലാണ്. അങ്ങനത്തെ ഒരു കുത്തനുള്ളൊരു കയറ്റാണ്. കയറുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് ഓടിച്ച് പോവുക അവിടേക്ക്. റോഡ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. റോഡൊക്കെ നല്ല ക്ലിയർ ആണ്, നീറ്റാണ്. പക്ഷേ ഈ റോഡിൻ്റെ സ്ലോപ്പ് കുത്തനുള്ള കയറ്റാണ്.
ലെഫ്റ്റ് സൈഡിലേക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം കേട്ടോ, സ്ലോപ്പായിട്ട് ഇങ്ങനെ വാട്ടർഫാൾസ്. അത് ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണിത്. ആ വൈറ്റ് കളർ കാണുന്നുണ്ട് ലെഫ്റ്റിൽ, അതാണ് രണ്ട് ആ ഭരണാധികാരികളുടെ ഫോട്ടോയുടെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴുകി വരുന്നത്. വണ്ടിയൊന്നും വലിക്കണില്ല, ചവിട്ടി പിടിച്ച് കയറുന്ന. ഏകദേശം ഒരു 20 കിലോമീറ്ററുള്ള സ്പീഡിലാണ് പോണത്. അത്രയും ചവിട്ടി പിടിച്ചിട്ടും അങ്ങനെ പോകാൻ പറ്റുന്നുള്ളൂ, അത്രയും കുത്തനുള്ള കയറ്റാണിത്. ഈ വളം അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ നമുക്ക് ഡാമിൻ്റെ മുകളിലെത്തി. ഡാമിൻ്റെ മുകളിൽ കുറച്ച് ചെറിയ കഫ്റ്റീരിയകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലായിട്ടുണ്ടെങ്കിൽ കയാക്ക് സംവിധാനങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ കറങ്ങാനുള്ള ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഡാമിൻ്റെ ഏറ്റവും മുകളിലെത്തി. ഇതാണ് ഇവിടെ നിന്നൊക്കെ ഡാമിൻ്റെ ഫുൾ വ്യൂ കാണാം. വണ്ടി സൈഡിൽ പാർക്ക് ചെയ്യാം, അറ്റത്ത് പോയിട്ട് ലാസ്റ്റിൽ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് കറങ്ങി വരാം. നമ്മളിപ്പോൾ ഇവിടെ പാർക്ക് ചെയ്ത് കണ്ടിട്ട് ഇറങ്ങാണ്, പുറത്തെ കാഴ്ചകൾ കാണാം. പിന്നെ ഇതാണ് ആ വ്യൂ പോയിന്റ് ചെയ്യാനാണ്. അവിടെ ഒരു ബിൽഡിങ്, ചെറിയ ബിൽഡിംഗ് ഉണ്ട്, അവിടെ നോക്കിയാൽ ഡാമിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ. ഓപ്പോസിറ്റ് സൈഡ് താഴേക്ക് നോക്കിയാൽ അവിടെ എന്തൊക്കെയോ കുറച്ച് ഫൗണ്ടൻസും കുറേ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ വ്യൂ പോയിന്റിന്റെ സൈഡിലായിട്ടൊരു ബോർഡ് ഉണ്ട്, അവിടെ ഫുൾ ഡീറ്റെയിൽ ഉണ്ട്. ഇതിന്റെ ഡാമിന്റെയും അതിന്റെ പവർ എനർജി എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാം ഡീറ്റെയിൽ ഉണ്ട്. നേരത്തെ പറഞ്ഞില്ലേ ഈ മഴയില്ലാത്ത സ്ഥലത്ത് എങ്ങനെയാണ് ഡാം കെട്ടി കണ്ടിട്ട് അവിടെ നിന്ന് കറണ്ട് ഉണ്ടാക്കണമെന്ന്. ഇതൊരു പമ്പ്ഡ് സ്റ്റോറേജ് ഹൈഡ്രോ ഇലക്ട്രിക് പവറാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. മനസ്സിലായേ? ചുരുക്കി പറഞ്ഞ് ഈ ഡാമിൽ നിന്ന് വെള്ളമടിച്ച് മുകളിലേക്ക് കയറ്റി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വീണ്ടും പെൻ സ്റ്റോക്ക് വഴി ടർബൈൻ തിരിച്ച് വീണ്ടും ഈ ഡാമിൽ തന്നെ ഇത് റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ വെള്ളം ഒട്ടും നഷ്ടപ്പെടുന്നില്ല. അങ്ങനെയാണ് സംഭവം. ഡാമിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹത്ത ഹെറിറ്റേജ് വില്ലേജ് കാണാം. അവിടെ നമുക്ക് പകൽ പോയിട്ട് കാര്യമില്ല, കാരണം വൈകിട്ടാണ് അവിടുത്തെ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആവുക. ഇവരുടെ ട്രഡീഷണൽ സാധനങ്ങളും അവിടുത്തെ കൂടുതൽ സീസണിലാണ് ഇതൊക്കെ ഓപ്പൺ ആവുള്ളൂ. നമ്മളിപ്പോൾ പോയത് ചൂട് സമയത്താണ്, പക്ഷേ ചൂട് സമയത്ത് പോയതുകൊണ്ട് വേറൊരു അനുഭവം ഉണ്ടായിരുന്നു അവിടെ. അതായത് ഇത്രയും ചൂടത്തും അവിടെ ഇത്രയും ഒരു തണുപ്പേറിയ ഒരു സ്ഥലം അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിശയല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കാണ് പോവാം. ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ പുറകിലായിട്ടാണ് ആ സ്ഥലം. പറഞ്ഞില്ലേ ഈന്തപ്പഴം പൊട്ടിച്ചിട്ട് ഉണക്കാനിട്ടേക്കണത്. ഈ ഫെൻസിങ്ങിൻ്റെ അപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. ഈ നമ്മുടെ നാട്ടിൽ ഈ നെല്ലൊക്കെ ഇങ്ങനെ പനമ്പിൻ്റെ പായൽ ഇങ്ങനെ വിതച്ചിട്ട് ഇങ്ങനെ ഇട്ടേക്കണ മാതിരി വിരിച്ചങ്ങനെ ഇട്ടേക്കാം, നീളത്തിൽ ഷീറ്റ് വിരിച്ചിട്ട്. ഇത് നല്ലോണം ഉണങ്ങി കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഈന്തപ്പഴം നമുക്ക് വിൽക്കാനായിട്ട് ഷോപ്പുകളിലേക്ക് വരുന്നത്. നേരെ ഉള്ളിലേക്ക് വീണ്ടും കടക്കുക.
അടിപൊളി സൂപ്പർ കൂളിങ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഏറ്റവും തണുത്ത പ്രദേശത്തേക്ക് എത്തിയപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഒരു ഗുഹ പോലത്തെ സ്ഥലം കണ്ടത്. ഇത് വൈകിട്ടാണ് ഓപ്പൺ ആവുള്ളൂ. ഹത്ത ഫലജ് ഏകദേശം ഒരു 10-200 മീറ്റർ ഉണ്ട് ദൂരം. അതിനുള്ളിൽ കൂടെ വെള്ളത്തിൽ കൂടെ നടന്നു പോകാം ഗുഹ പോലെ. ചെറിയ ചെറിയ ഇങ്ങനെ ടാങ്കുകൾ പോലെ അങ്ങനെ വെള്ളം കെട്ടി നിർത്തിയേക്കുക. അതിൽ നിന്ന് അടുത്ത ടാങ്കിലേക്ക് ഒഴുകും. അങ്ങനെ അങ്ങനെ അടിയിൽ കൂടെ അങ്ങനെ പൈപ്പ് ലൈൻ ഉണ്ട്. അപ്പോൾ അത് ഒരു തട്ടായിട്ട് തിരിച്ചിട്ടുള്ള പ്രദേശമാണത്. അതിനിടയ്ക്ക് കുറച്ച് കഫ്റ്റീരിയകളും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം. നമ്മൾ പോയ സമയം ഏകദേശം 1 മണിക്കാണ്. അപ്പോൾ അതിൻ്റേതായ ചൂട് ഇതിൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുന്നില്ല. പക്ഷേ ചൂട് ആ സമയത്തായതുകൊണ്ട് കസ്റ്റമേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഒരു വൈകിട്ടാണ് ഷോപ്പുകളൊക്കെ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ വൈകിട്ട് പോകായിരിക്കും നല്ലത്. പിന്നെ ഡിസംബർ ജനുവരി ആ മാസങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെ ഒന്നും അടുക്കാൻ പറ്റില്ല. ഇതിൽ ഒരുപാട് മീനുകളുണ്ട്. ഫിഷ് കാർപ്പൊക്കെ നല്ല രസമാണ്. ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്ത സ്ഥലം ഇവിടെ തന്നെയാണ്. കാരണം ഈ ചൂടത്ത് നിൽക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ തന്നെയാണ്. നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ്. പിന്നെ അത് മാത്രമല്ല അവിടെ ഇരുന്ന് നല്ലൊരു ശാന്തതയാണ് അവിടെ. അടിപൊളി. അപ്പോൾ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.